പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും കടുക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിലെ ഒരു ചൈനീസ് കമ്പനിക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ആ കെട്ടിട സമുച്ചയത്തിന് വലിയ നാശനഷ്ടമുണ്ടായതായിട്ടും വിദേശ മാധ്യമ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ ജോർദാനിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നതോടെ ഈ മേഖലയിലെമ്പാടും വീണ്ടും യുദ്ധഭീതി ശക്തമാവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ജോർദനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക നടത്തിയ പ്രത്യാക്രമണത്തിനുള്ള മറുപടിയാണ് കുവൈറ്റിലെ ചൈനീസ് കമ്പനിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ വായിച്ചെടുക്കുന്നത്. വടക്കൻ കുവൈറ്റിലെ കെട്ടിടം ആക്രമണത്തിൽ തകർന്നതായും ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടതായും വിവരം പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സംഭവത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ മേഖല നിരീക്ഷിക്കുന്നത്. അതേസമയം ജോർദനിലേക്ക് ലക്ഷ്യമിട്ടെത്തിയ നിരവധി മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നാണ് ജോർദൻ പറയുന്നത്. ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനു മുന്നേയും ജോർദനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ നടന്നതിനെ തുടർന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് നേരെയും അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഈ നടപടി. ഇതിനിടെ ഈജിപ്തിലെ തുറമുഖത്തിന് സമീപത്തും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സൗദി അറേബ്യയും സ്വന്തം എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണ ശ്രമങ്ങൾ നടന്നുവെന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ സംഭവങ്ങളുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള ആശങ്കയടക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.